ഭാരതത്തിലെ ജനത അവനവനെ ഉയർത്തുന്നു. ഇന്ന് നിങ്ങൾ കേരളത്തിൽ വരികയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ ഉറപ്പ് പറയുന്നു, ഒരു 5 കൊല്ലം മുമ്പ് വന്ന കേരളമല്ല ഇന്നത്തെ കേരളം. അറിയണം, പിണറായി വിജയൻ സാറിന്റെ 2 മക്കൾക്കും ദേവി മഹാത്മ്യവും അറിയാം, ലളിതാ സഹസ്രനാമവും അറിയാം. അത് മാത്രമല്ല, അച്യുതാനന്ദൻ സാറ് എല്ലാ ദിവസവും രാവിലെ വേദമന്ത്രം കേൾക്കാറുണ്ട്, അരമണിക്കൂർ യോഗാസനം ചെയ്യാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ 3-ാം തീയതി വിജയദശമി ദിവസം 23 കുട്ടികൾക്ക് അച്യുതാനന്ദൻ സാറ് എഴുത്തിനിരുത്തി. എന്തായിരിക്കാം എഴുതിച്ചിരിക്കാൻ സാധ്യത? ഇൻകുലാബ് സിന്ദാബാദ് ആ പിള്ളേരെ കൊണ്ട് എഴുതിക്കില്ല, അതുറപ്പാ. അപ്പോ അച്യുതാനന്ദൻ സാറ് മാറി, പിണറായി വിജയൻ മാറി. 94 വയസ്സായിട്ട് 30 കൊല്ലമായിട്ടുള്ള KR ഗൗരിയമ്മ DYFIയുടെ മീറ്റിംഗിൽ ആലപ്പുഴയിൽ പറഞ്ഞിരിക്കുന്നു, മക്കളെ നിങ്ങൾ ഭഗവത്ഗീതയും ഭാഗവതവും പഠിക്കണമെന്ന്. KR ഗൗരിയമ്മ മൈതാന പ്രസംഗത്തിലല്ല പറഞ്ഞത്, DYFIയുടെ മീറ്റിംഗിൽ പറഞ്ഞിരിക്കുന്നു. മാതൃഭൂമിയും മനോരമയും അതൊരു ബോക്സിലാ കൊടുത്തത്. വളരെ സന്തോഷം തോന്നി. കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ മക്കള് എല്ലാ വർഷവും 25,000 രൂപ ചോറ്റാനിക്കരയില് അന്നദാനത്തിന് കൊടുക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ നിങ്ങൾക്കറിയാം, ലെനിനെ കമ്മ്യൂണിസ്റ്റ് വാസം പഠിപ്പിച്ച പാർട്ടിയാ. എന്നിട്ട് അവരുടെ മക്കൾ മാറുന്നു. ഓരോരുത്തരെയും എണ്ണി എണ്ണി നോക്കുക. എല്ലാം യേശുദാസ് പാടിയ പാട്ടുപോലെ അറിയാതെ നീ ആദിയിലേക്ക് ഒഴുകും. EK നായനാര് പോപ്പിന് കൊണ്ടുപോയി കൊടുത്തത് ബൈബിളല്ല, ഭഗവത്ഗീതയാണ്. എന്തേ 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകമേ പോപ്പിന് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അതാണ് ഭാരതത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ജൂൺ മാസം 21-ാം തീയതി യോഗ ഇന്റർനാഷണൽ യോഗ ഡേയിലാണ് ചൈനീസ് ഭാഷയിലുള്ള ഭഗവത്ഗീത വിവർത്തനം ചെയ്ത് ബെയ്ജിങ്ങില് റിലീസ് ചെയ്തത്. ബെയ്ജിങ്ങിൽ ചൈനീസ് ഭാഷയിലുള്ള ഭഗവത്ഗീത വിവർത്തനം ചെയ്ത് റിലീസ് ചെയ്തത് 5 മിനിറ്റ് കൊണ്ട് 12,600 കോപ്പിയാ ചെലവായത്. 5 മിനിറ്റ് കൊണ്ട് 12,600 കോപ്പിയാണ് 5 മിനിറ്റ് കൊണ്ട് ചെലവായത്. അപ്പോൾ കമ്മ്യൂണിസം കുടികുത്തി വാണ ആ ചൈനയിലെ ജനത എവിടേക്ക് വരുന്നു എന്ന് നോക്കുക. അറിയുക, ഭാരതത്തിലെ മാതാ അമൃതാനന്ദമയി അത് ആരാധിക്കുന്നവരുണ്ടാവാം, ആൾ ദൈവം എന്ന് പറയുന്നവരുണ്ടാവാം. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കാം. അതൊന്നും എന്റെ ജോലിയല്ല, തിരുത്തലോ ചേർക്കലോ ഒന്നും. ആ അമൃതാനന്ദമയി ലോകത്തിൽ എവിടെ പോകുമ്പോഴും അസാധാരണമായ സ്വീകരണം. എത്ര പ്രഗത്ഭനായ മറ്റുള്ളവർ പോകട്ടെ, എന്തേ ഈ സ്വീകരണം കിട്ടാത്തത്? അമൃതാനന്ദമയി 3.5 ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, 4 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 3 ക്ലാസ്, 4-ാം ക്ലാസിന്റെ പകുതി. ആ അമൃതാനന്ദമയ്യെ സ്വീകരിക്കാൻ ഇത്രയും വിദ്യാഭ്യാസമുള്ളവരും നല്ല പണ്ഡിതന്മാരും അതുപോലെ തന്നെ ബുദ്ധിജീവികളുമായവർ വരാൻ കാരണം എന്താ? വെറുതെ ചിന്തിക്കുക. സായിബാബ ജീവിച്ചിരുന്ന കാലത്ത് 80-ാം ജന്മവാർഷികം ആഘോഷിച്ചപ്പോൾ 1 കോടി ലഡ്ഡുവാണ് ഉണ്ടാക്കിയതെന്ന് മനോരമ പ്രസിദ്ധീകരണമായ ദ വീക്ക് എന്ന മാഗസിൻ വിവരിക്കുകയുണ്ടായി. 1 കോടി ലഡ്ഡുവില് ഒരു ഭക്തനും 2 ലഡ്ഡു കൊടുത്തിട്ടില്ല, അവിടെ ഒരാൾക്കും കിട്ടാതെ വന്നിട്ടില്ല, പാത്രത്തിൽ ബാക്കി 1 ലഡ്ഡുവുമില്ല. അപ്പൊ എത്ര പേരാ അവിടെ വന്നത്? ശരിക്ക് ജോസഫ് എടമറുക എന്ന് പറഞ്ഞൊരു യുക്തിവാദി ഉണ്ടായിരുന്നു. എന്നെ വലിയ ഇഷ്ടാ, എടാ ഗോപാലകൃഷ എന്നാ എന്നെ വിളിക്ക. ഒരു ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു, ഡാ ഗോപാലകൃഷ, ഞാൻ നിന്റെ സായിബാബയുടെ അവിടെ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സായിബാബ എന്റേതല്ല, നിന്റെ സായിബാബ എന്ന് പറയില്ല, സായിബാബയുടെ എന്ന് പറയാം. ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയും എന്റെയാ, അല്ലാതെ എന്റെ ഈ വ്യക്തി എന്ന് പറയല്ലേ. നന്മ ചെയ്യുന്ന ഏത് ക്രിസ്ത്യാനിയും, ഏത് മുസ്ലിമും, ഏത് ഹിന്ദുവും, ഏത് കമ്മ്യൂണിസ്റ്റുകാരനും, അത് നമ്മുടെ പൈതൃകത്തെ എതിർക്കുന്ന ലണ്ടനിലുള്ളവരായാലും അല്ല ഇന്ത്യയിലുള്ളവരായാലും, ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് ഉറപ്പായതുകൊണ്ട്
അവരും എനിക്കിഷ്ടമുള്ളവർ തന്നെയാണ്. ആ നിന്റെ സായിബാബയുടെ ആശ്രമത്തിലേക്ക് ഞാൻ പോയിരുന്നു. നിന്റെ സായിബാബ, ജോസഫ് എടമറക് പറയാണ്, നിന്റെ സായിബാബ ഇങ്ങനെ കാണിച്ച് എനിക്കൊരു ലഡ്ഡു ഉണ്ടാക്കി തന്നു. ഞാൻ എന്ത് ചെയ്തു? ഞാനും ഇങ്ങനെ കാണിച്ച് സായിബാബയ്ക്ക് ഒരു ലഡ്ഡു ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഞാൻ വളരെ സന്തോഷം എടമറക് സാറേ, ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, സായിബാബയുടെ 80ാം ജന്മവാർഷികത്തിന് വീക്കിന്റെ കണക്ക് പ്രകാരം 60 ലക്ഷം വിദേശികളും 40 ലക്ഷം സ്വദേശികളും വന്നിരുന്നു. അങ്ങയുടെ 80ാം ജന്മവാർഷികത്തിന് എത്ര പേര് വന്നു? ജോസഫ് എടമറകിനോട് ചോദിച്ചു, അങ്ങയുടെ 80ാം ജന്മവാർഷികത്തിന് എത്ര പേര് വന്നു? അങ്ങനെ മറുപടി പറഞ്ഞെന്തറിയോ? അപ്പോഴും നീ എനിക്കിട്ട് വെച്ചു അല്ലേ എന്ന്. അദ്ദേഹം തന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ത്യ വിഷൻ TV-യിൽ അദ്ദേഹം എറണാകുളത്തിരിക്കുന്നു, ഞാൻ തിരുവനന്തപുരത്തിരിക്കുന്നു. അദ്ദേഹം രതീഷിനോട് പറയും, നികേഷിനോട് പറയാണ്, ശബരിമലയിലെ മകരവിളക്ക് അത് തട്ടിപ്പാണ്, അത് പരമ തട്ടിപ്പാണ്. ഞാൻ വെറുതെ ചോദിച്ചു, ഇന്ത്യ വിഷനിലൂടെ അങ്ങോട്ട് ചോദിച്ചു, എടമറക് സാറേ അത് എന്തുകൊണ്ടാ തട്ടിപ്പെന്ന് അങ്ങ് പറയുന്നത്? അത് മനുഷ്യനുണ്ടാക്കുന്നതാണ്. ഞാൻ എടമറക് സാറിനോട് ചോദിച്ചു, ശബരിമലയിലെ ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹം മനുഷ്യനുണ്ടാക്കിയതാണ്, ശ്രീകോവിൽ മനുഷ്യനുണ്ടാക്കിയതാണ്, 18-ാം പടി മനുഷ്യനുണ്ടാക്കിയതാണ്, അതില് പിച്ചള തേച്ചത് മനുഷ്യനാണ്, അവിടുത്തെ പൂജാരി മനുഷ്യനാണ്, അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യ സ്വഭാവം ഇല്ലെങ്കിലും മനുഷ്യനാണ്, അവിടുത്തെ സെക്യൂരിറ്റിക്കാർ മനുഷ്യനാണ്, അവിടെ ആ ചുറ്റികയ്ക്ക് അടിച്ചതിന് അപ്പം ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. ഇതൊക്കെ മനുഷ്യർക്കാവാമെങ്കിൽ ആ മകരജ്യോതിഷ അല്ലെങ്കിൽ മകരവിളക്ക് മനുഷ്യർ കത്തിച്ചാൽ എന്താ കുഴപ്പം സാറേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ, അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് ആരാ പറഞ്ഞിരിക്കുന്നേ? ആകാശത്ത് നിന്ന് അയ്യപ്പൻ ഇറങ്ങി വന്നിട്ട് തീപ്പൊട്ടിക്കൊള്ളി ഉരച്ചിട്ട് വിളക്ക് കത്തിക്കുന്ന അങ്ങക്ക് തോന്നുന്നുണ്ടോ? ആരെങ്കിലും ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ടോ? അത് ഇല്ലാത്തത് ഒരെണ്ണത്തിനെ ഉണ്ടാക്കി അതിനെതിരെ ഫൈറ്റ് ചെയ്യൽ അല്ല യുക്തിവാദം.